നോട്ട് ബുക്സ് ഉണ്ടാ അത് എടുത്തിട്ട് പോരെ, നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. ബുക്കിന്റെ പേപ്പർ വേണമെന്നൊന്നുമില്ല. A4 സൈസ് പേപ്പറോ കളർ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അതായാലും മതി. നമുക്കടുത്ത പേപ്പേഴ്സ് ഒക്കെ എടുക്കാം. നമുക്ക് നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു മെനക്കെട്ട പണിയാണെന്ന് എനിക്കറിയാം, എന്നാലും നമ്മുടെ ലക്ഷ്യം അത് കൈവിടരുത്. പേപ്പർ റോൾ ചെയ്യുന്ന സമയത്ത് പേനിന്റെ ട്യൂബും കൂടി അതിൽ പെട്ടു. ഒരു അബദ്ധം ആർക്ക് വേണമെങ്കിലും പറ്റാം. ബൈ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നല്ല ഒരു ബുക്ക് ഹോൾഡർ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പേപ്പർ വെച്ചിട്ടോന്ന്. അതേ പേപ്പർ വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് ഒരേ അളവിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. എത്ര ഹൈറ്റ് വേണമെന്നൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അളവ് വെച്ച് നോക്കാം ബോക്സിൻ്റെ സൈസ് അനുസരിച്ച്. ഇനി ആ ഒരു അളവിൽ നമുക്കിതൊക്കെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 5 ബോക്സ് ആയിട്ടാണ് കേട്ടോ വേണ്ടത്. നമുക്കിതൊക്കെ ഒട്ടിച്ചെടുക്കാം. പിന്നെ ബോക്സൊക്കെ നല്ലോണം ഉണങ്ങിയിട്ട് ഒട്ടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തോ ഒരു കുറവില്ലേ? ഇല്ലേ, എനിക്കും തോന്നി ഇതല്ലേ ആ കുറവ്. അങ്ങനെ ഞാനിവിടെ ക്യൂട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബുക്സ് ഒക്കെ ഇതിൽ വെക്കാം. എന്നാൽ പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റൊക്കെ ആക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.